ഈ വീഡിയോ എത്ര പേര് ഫുള്ളായിട്ട് കാണുമെന്ന് എനിക്കറിയത്തില്ല. എത്ര പേര് ഷെയർ ആക്കുമെന്ന് എനിക്കറിയത്തില്ല. കൂടിപ്പോയ ഒരാൾ അല്ലെങ്കിൽ 2 പേര് അല്ലെങ്കിൽ മാക്സിമം 3 പേര് ഷെയർ ആക്കുമായിരിക്കും. അല്ലെങ്കിൽ 3 പേര് ഫുള്ളായിട്ടിരുന്ന് കാണുമായിരിക്കും. വാട്ടെവർ ഇറ്റ് ഈസ്, ഞാൻ കാര്യമാക്കുന്നില്ല. ഞാനിവിടെ ഈ വീഡിയോ ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് കാണുന്ന ഒരാളാണ്. അതായത് ജർമ്മൻ ലാംഗ്വേജ് ഇല്ലാതെ പോകാം, ഇംഗ്ലീഷ് മതി എന്നുള്ള രീതിക്ക് ഞാൻ കാണുന്നുണ്ട്. അപ്പം അതിനെപ്പറ്റി പറയാനാണ്. അപ്പം ഞാനിവിടെ ജർമ്മനി വന്നിട്ട് 8 മാസമായി. ഞാനിവിടെ ലാംഗ്വേജ് ഇല്ലാതാണ് വന്നത്. ലാംഗ്വേജ് ഇല്ലാതെ വന്നാൽ നല്ല രീതിക്ക് പെടും. ഞാനിപ്പോൾ ലാംഗ്വേജ് പഠിക്കുന്നുണ്ട്. ഒന്നാമത്തെ കേസ്. നമ്മളിപ്പോൾ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കയറുന്ന ഒരാളാണെങ്കിൽ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ച് ഒരു B2 ലെവലെങ്കിലും എടുത്തിട്ട് വരിക. അല്ലെങ്കിൽ ഊമ്പിപ്പോവും. പച്ച ഊമ്പിപ്പോവും. ലാംഗ്വേജ് ഇല്ലെങ്കിൽ നമ്മൾ നല്ല രീതിക്ക് പെടും. പിന്നെ രണ്ടാമത്തെ കാര്യം, അതായത് ഇപ്പോൾ ഏജൻസീസ് പല യൂണിവേഴ്സിറ്റികളിൽ പിള്ളേർക്ക് അഡ്മിഷൻ എടുത്ത് കൊടുക്കുന്നുണ്ട്. അത് നല്ല കാര്യം. അപ്പം ഈ അഡ്മിഷൻ എടുക്കുന്ന പിള്ളേർ ശ്രദ്ധിക്കുക. അതായത് ഇപ്പോൾ മാസ്റ്റേഴ്സ് ചെയ്യാൻ വരുന്നവരാണെങ്കിൽ, ഇപ്പം നമ്മുടെ നാട്ടിൽ പഠിച്ചവർക്കറിയാം, അതായത് ഇത്ര സെമസ്റ്റർ കഴിയുമ്പോൾ അടുത്ത സെമ്മിൽ കയറണമെങ്കിൽ ഇത്ര ക്രെഡിറ്റ് വേണം എന്നിട്ടൊരു റൂളുണ്ട്. അതേപോലെ തന്നെ ഇവിടെയുണ്ട്. അതായത് അടുത്ത സെമ്മിനോട് ഇത്ര ക്രെഡിറ്റ് വേണം. ഈ ഏജൻസീസ് അത് പറയാറില്ല. അത് ഇവിടെ വന്ന് ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോഴേ അവർക്കറിയത്തുള്ളൂ. അതായത് അടുത്ത സെമസ്റ്റർ ഇത്ര. അപ്പം പിന്നെ അവർ ചെയ്യുന്നത് വെച്ചാൽ ഒന്നുകിൽ യൂണിവേഴ്സിറ്റി മാറുക അല്ലെങ്കിൽ കഷ്ടപ്പെട്ടിരുന്ന് പഠിക്കുക. ഇത് തന്നെയാണ്. അപ്പോൾ യൂണിവേഴ്സിറ്റി മാറുവാണെങ്കിൽ നമ്മൾ അങ്ങോട്ട് ചെറിയൊരു ഫൈൻ എമൗണ്ട് നമ്മൾ കൊടുക്കണം. ഓക്കെ. അപ്പം ഇനിയിപ്പോൾ ജർമ്മനിലോട്ട് വരുന്നവർ ശ്രദ്ധിക്കേണ്ടത്, ഒന്ന്, ലാംഗ്വേജ് ഇല്ലാതെ ജർമ്മനിലോട്ട് വരാമെന്ന് ഏതെങ്കിലും വരെ പറഞ്ഞ് വിശ്വസിക്കരുത്. ഉടായിപ്പാണെന്ന് കൂട്ടിക്കും. പെട്ടുപോകും. ലാംഗ്വേജ് ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ പെട്ടുപോകും. പിന്നെ പഠിക്കാൻ വരുന്നവർ ഇവിടെ ജർമ്മനിയിൽ അറിയുന്ന ഫ്രണ്ട്സോ അല്ലെങ്കിൽ റിലേറ്റീവ്സോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ആ യൂണിവേഴ്സിറ്റിയെ പറ്റി തിരക്കി കറക്റ്റായിട്ട് അന്വേഷിച്ചിട്ട് മാത്രമേ വരാവുള്ളൂ. അല്ലാതെ ചാടിത്തുള്ളി ജർമ്മനിലോട്ട് വരില്ല. വന്നു കഴിഞ്ഞാൽ ഞാൻ ഈ ഇടയ്ക്ക് കുറച്ച് പയ്യന്മാരെ പരിചയപ്പെട്ടു. അമ്മമാർ ഒരു ഏജൻസി മൂലമായിട്ട് ഇങ്ങനെ അമ്മമാർ കുറേ ഫ്രണ്ട്സ് ഇതുവരെ മാസ്റ്റേഴ്സ് ചെയ്യാൻ ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് ഇത്ര ക്രെഡിറ്റ് ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. അപ്പം ഈ മാസ്റ്റേഴ്സ് ചെയ്യാൻ വന്ന ടീംസ്, അതായത് ഈ പയ്യന്മാർ ഇപ്പോൾ ഇവിടെ ബാച്ചിലേഴ്സ് ചെയ്യേണ്ട അവസ്ഥയാണ്. അപ്പം അതൊക്കെ ഒന്ന് ആലോചിക്കണം. അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടേ വരാവുള്ളൂ. ഇപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. എനിക്കറിയാവുന്നത് ഞാൻ പറഞ്ഞുതരാം. ഇല്ലെങ്കിൽ ഞാൻ വേറെ ആരെയും കണക്ട് ചെയ്ത് തരാം. അപ്പോൾ ഈ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പം എല്ലാവരും ആലോചിച്ചും കണ്ടൊക്കെ ചെയ്യുക. എനിക്കത്രേ പറയുള്ളൂ. അപ്പം ബൈ.